അദ്ദേഹം ശരിക്കും തന്നെ ക്രിസ്ത്യൻ ആണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. അദ്ദേഹം വളരെ ഇവാഞ്ചലിസ്റ്റ് ആണ്. തമിഴ്നാട് ക്രിസ്ത്യൻ പ്രദേശമാകണമെന്നും അതോടൊപ്പം തന്നെ ഇന്ത്യ മുഴുവനും യേശുദേവന്റെ തിരു അരുൾ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കൊണ്ട് നിറയണമെന്നൊക്കെ ആഗ്രഹിക്കും. അതിനുവേണ്ടി ഇന്റർനാഷണൽ തലത്തില് പല ഇവാഞ്ചലിക്കൽ സൊസൈറ്റികളുമായിട്ട് അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വിജയ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റാലിൻ തമിഴ്നാടിനെ ഒരു ക്രിസ്ത്യൻ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടാണ് ഈ 5 വർഷം സ്റ്റാലിന് DMK-ക്ക് അദ്ദേഹം പിന്തുണ കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ വിജയ് നമുക്ക് ഇന്നോ നാളെയോ അറിയാൻ പറ്റും. വിജയ്ക്ക് പലരും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട് ഫണ്ടിങ് ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവാഞ്ചലിസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അതും പറയുന്നുണ്ടല്ലോ. FCRA ഇത് റെഗുലേഷൻ വന്ന സമയത്ത് പുറത്തുനിന്നുള്ള ഫണ്ടുകൾ ധാരാളം കുറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. വിജയുടെ അച്ഛൻ ഒരു അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. അതുകൊണ്ടുകൂടിയായിരിക്കാം CPM-ഉം ഇദ്ദേഹത്തിനെ പരോക്ഷമായിട്ട് പിന്തുണ നൽകും. പരോക്ഷം അവർ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മന്ത്രിസഭയിലില്ല, ഞങ്ങളുടെ സഹായം താങ്കൾക്കാണ്, ഞങ്ങളുടെ സപ്പോർട്ട് താങ്കൾക്കാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ നേടാൻ പറ്റാതിരുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് നേടാനായി ഫണ്ട് ധാരാളം വരും. അദ്ദേഹത്തിന്റെ തന്നെ ഉണ്ടാവുമായിരിക്കും. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഓരോ തവണയും വരുന്നത് വേറെ വേറെ കാറിലാണ് കേട്ടോ. അത് നമ്മൾ നോക്കുന്നുണ്ട്. ബെൻസിന്റെ, ഓടി ഉണ്ട്, അങ്ങനെ പല പല കാറുകളിലാണ്.